രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് മുണ്ടക്കയിലുണ്ടായത്. ഒരു നാടൊന്നാകെ ഇല്ലാതായി. ഒരു വലിയ ജനവിഭാഗം നാളെ എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു വലിയ ദുരന്തത്തെ നേരിൽ കണ്ടവരാണ്, അതിനെ അതിജീവിച്ചവരാണ്, എല്ലാം നഷ്ടമായി കഴിയുന്നവരാണ്. അവരുടെ പുനരധിവാസം ഉൾപ്പെടെ ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു നാടിനെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. സഹായം അത്യാവശ്യമാണ്. 2000 കോടിയോളം രൂപ ഇതിനായി ആവശ്യമാണ് എന്ന് കേന്ദ്രത്തെ സംസ്ഥാനം അറിയിച്ചതുമാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ ബാക്കിയായത് നേരിൽ വന്ന് കണ്ടതാണ്. മണിക്കൂറുകളോളം ആ മനുഷ്യരുടെ സങ്കടം കേട്ടതുമാണ്. എന്നാൽ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് ആഗസ്റ്റ് 2-ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിനുള്ള മറുപടിയായാണ് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് ഈ വിവരം സംസ്ഥാനത്തെ അറിയിച്ചത്. ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റേതാണ് എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. എന്നാൽ ഇന്ന് ഈ വിഷയത്തിലെ കേന്ദ്രത്തിന്റെ ഇരട്ട നിലപാടാണ് വ്യക്തമാകുന്നത്. ഇന്നലെ ദേശീയ ദുരന്തമായി കണക്കാക്കാൻ ആകില്ല എന്ന് കത്തയച്ച കേന്ദ്രം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ അന്തിമ തീരുമാനമായില്ല എന്ന് ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. എന്തുകൊണ്ട് കേരളത്തോട് ഈ അവഗണന? അതാണ് മനസ്സിലാകാത്തത്. അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നതും. നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം. ഇതൊരു ദേശീയ ദുരന്തമല്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്ന് ഒന്ന് നോക്കാം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഏതായാലും കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചർച്ച. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ദേശീയ ദുരന്തം എന്നൊന്നില്ല എന്നുള്ള നിലപാടിലാണ് BJP ഉള്ളത്. ഈ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിലവിൽ ദുരന്ത നിവാരണ നിയമത്തിൽ ഒരു പ്രൊവിഷൻ ഇല്ല. 10ാം ധനകാര്യ കമ്മീഷനാണ് ദേശീയ ദുരന്തത്തെക്കുറിച്ചുള്ള നിർവചനം കൊണ്ടുവന്നത്. ദുരന്തത്തിന്റെ തീവ്രത വിലയിരുത്തി കേന്ദ്രം ആവശ്യമായ ഫണ്ട് നൽകുകയാണ് ചെയ്യുന്നത്. തീവ്ര ദുരന്തം എന്ന പരിഗണനയിലേക്ക് വന്നാൽ ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ് ഏറ്റവും ആവശ്യം. മാനദണ്ഡങ്ങളാണ് നോക്കുന്നത്. ഈ തീവ്ര ദുരന്തം എന്ന് പറയണമെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ 1/3 ജനസംഖ്യയെ ബാധിക്കുന്ന ദുരന്തമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിനെ സംബന്ധിച്ച് ആ പോയിന്റ് സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഏകദേശം 3.25 കോടി ജനങ്ങളുണ്ട് സംസ്ഥാനത്ത്. അപ്പോൾ അതിന്റെ 1/3, അതായത് 1 കോടിയിലധികം ജനങ്ങളെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. രണ്ടാമത്തേത് ഈ ദുരന്തത്തിന്റെ ആഴം അല്ലെങ്കിൽ വ്യാപ്തി. ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്, തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടുമുണ്ട്. അതിൽ തന്നെയാണ് കേരളത്തിന്റെ പ്രതീക്ഷയും ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി തന്നെയാണ്. ദുരന്തത്തിൽ രക്ഷാദൌത്യം പുനരധിവാസവും സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് സാധ്യമാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. കേരളം മാത്രം വിചാരിച്ചാൽ ഒലിച്ചുപോയ ഒരു നാടിനെ പുനർനിർമ്മിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തികം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ സംസ്ഥാനത്തിന്റെ പക്കലുണ്ടോ എന്നുള്ളതാണ് അടുത്ത മാനദണ്ഡം എന്ന് പറയുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പുനരധിവാസം, എങ്ങനെ ഇത്രയധികം ആളുകളെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാനത്തിന് മാത്രമായി സാധിക്കും എന്നുള്ളത് പ്രത്യേക ഒരു ചോദ്യം തന്നെയാണ്. അതിജീവനത്തിനുള്ള ശേഷിയാണ്. ഇത്തരത്തിൽ ഇങ്ങനെയൊരു ദുരന്തത്തെ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശേഷി അവിടെ ഉള്ള ആളുകൾക്കുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി പ്രഖ്യാപിച്ചാലുള്ള ആനുകൂല്യങ്ങളാണ് നമ്മൾ പറയുകയാണല്ലോ. ഈ ദുരന്തം നടന്നതിന് ശേഷം, അതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതിന് ശേഷം തൊട്ട് നമ്മൾ പറയുന്നുണ്ട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം. എന്തിനു വേണ്ടിയാണ് നമ്മളത് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പലവിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിന്, അവിടുത്തെ ആളുകൾക്ക് ലഭ്യമാകുന്നതാണ്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് കേന്ദ്ര സഹായം തന്നെയാണ്. ഇത്തരത്തിൽ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഈ കേന്ദ്ര സഹായം കൂടുതലായും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, വയനാട് MP ഫണ്ടിൽ നിന്ന് വയനാടിനായി പണം നൽകാൻ കഴിയുന്നതാണ്. ഇങ്ങനെയൊരു ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഏതൊരു MP ഫണ്ടിൽ നിന്ന് സംസ്ഥാനത്തിനായി ധനസഹായം നൽകാൻ കഴിയും. പ്രത്യേക സഹായനിധി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രത്യേക ദുരന്ത സഹായനിധി രൂപീകരിക്കും. അതിൽ 75% സഹായം കേന്ദ്രം നൽകുന്നതാണ്. മൂന്നാമത്തത് കേന്ദ്രത്തിൽ നിന്നുള്ള അധിക തുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ നൽകുന്ന തുക പര്യാപ്തമല്ലെങ്കിൽ കൂടുതൽ തുക അനുവദിക്കാൻ കേന്ദ്രത്തിന് അനുവാദമുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഗുണം തന്നെയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വായ്പാ തിരിച്ചടവിൽ ഇളവ് ലഭിക്കുമെന്നുള്ളത്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സാഹചര്യം കണക്കെടുത്ത് ഈ പ്രത്യേക വായ്പകൾക്ക് അവസരമുണ്ടാകും. അതുപോലെ നിലവിലെടുത്തിരിക്കുന്ന വായ്പകളുടെ തിരിച്ചടവിന് ഇളവ് ലഭിക്കും. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ആളുകൾക്ക് അത് വലിയ ഒരു ആശ്വാസം തന്നെ ആയിരിക്കുമെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് കേരളത്തിന് ലഭിക്കേണ്ട തുക അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കേണ്ട സഹായധനം ലഭിക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഇത്രയുമാണ് കേരളത്തിന്റെ ആവശ്യമെന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് മനസ്സിലാക്കിയതും തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ കേന്ദ്രം എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം നേരത്തെ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് ആഗസ്റ്റ് 2 പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തിൽ. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭ്യമായത്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് കേരളത്തിന്റെ വിശദീകരണം എന്നാണ് നമ്മൾ നോക്കുന്നത്. തടസ്സമാകുന്നത് മാനദണ്ഡങ്ങളാണ് എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടിരിക്കുന്ന വിശദീകരണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ദുരന്തം, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം എന്ന് പറയുന്നത് ഈ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിക്കാം എന്നുള്ളതാണ്. കേരളത്തിൽ നൽകിയിട്ടുള്ള ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള തുക ഈ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ആളുകളെ പുനരധിവസിപ്പിക്കാനും അവിടെയുള്ള കാര്യങ്ങൾ മായി ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കേന്ദ്രം പറയുന്ന ഒരു കാര്യം, 2024-25 വർഷത്തെ ഫണ്ട് ഓൾറെഡി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പക്കൽ പണമുണ്ട്, ആ പണം ഉപയോഗിക്കാം എന്നുള്ള കാര്യം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം രൂപ നൽകിയതുകൊണ്ട് ആവശ്യത്തിന്റെ ഫണ്ട് കേരളത്തിന്റെ പക്കലുണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുപോലെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാനത്തിനാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേന്ദ്രം. ഇങ്ങനെയൊരു ദുരന്തം വന്നിരിക്കുന്നു, അപ്പോൾ അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുക, അവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇരട്ട നിലപാടാണ് ഇന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിന്റെ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് അത് ഈ ഒരു മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള കാര്യമായിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഈ STRF ഫണ്ടിൽ നിന്ന് ഈ പുനരധിവാസത്തിനുള്ള തുക അല്ലെങ്കിൽ സഹായത്തിനായുള്ള തുക വിനിയോഗിക്കാമെന്നാണ് പറയുന്നത്. അതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. ഇനി നമ്മൾ അതാണ് പരിശോധിക്കാൻ പോകുന്നത്. STRF മാനദണ്ഡങ്ങളിലേക്ക് കടന്നാൽ വലിയ പരിമിതികളുണ്ട്. STRFിലെ തുക ഈ ഒരു പുനരധിവാസത്തിനായി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ, അതും ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ പരിമിതികളുള്ള ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പൂർണ്ണമായി തകർന്ന വീടിന് 1,30,000 രൂപ വരെ നൽകാൻ മാത്രമേ STRF ഫണ്ടിലെ മാനദണ്ഡം ഉപയോഗിച്ച് നമുക്ക് കഴിയൂ എന്നുള്ളതാണ്. ഇനി ഭാഗികമായി തകർന്ന വീടിന് ധനസഹായം നൽകുകയാണെങ്കിൽ അത് 65,000 രൂപ വരെ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ ഈ കാര്യം സാധ്യമാകുമെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും. അതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തമായി ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, വില്ലേജ് റോഡ് തകർന്നാൽ കിലോമീറ്ററിന് 75,000 രൂപ വരെ മാത്രമേ ഈ STRF ഫണ്ടിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അനുവദിക്കാൻ കഴിയൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ നൽകുക എന്നുള്ളതാണ് മറ്റൊരു മാനദണ്ഡം എന്ന് പറയുന്നത്. 4 ലക്ഷം രൂപ വരെ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അതും ഒരു പരിമിതി തന്നെയാണ്. പിന്നെ എങ്ങനെ ഇത്തരത്തിൽ ശരി, മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. വീട്ടുപകരണങ്ങൾ നഷ്ടമാകുന്ന കുടുംബത്തിന് 2,500 രൂപ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും ഒക്കെ അളന്നതിന് ശേഷം അധികൃതർ നിശ്ചയിച്ചത് അല്ലെങ്കിൽ അധികൃതർ മുന്നോട്ട് വെക്കുന്നത് കുറഞ്ഞത് ഒരു 2,000 കോടിയുടെയെങ്കിലും സഹായം
ആ ഒരു പ്രദേശത്തെ വീണ്ടും പുനർനിർമ്മിക്കാനായി ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചതും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ ഇത് സാധ്യമാകുമെന്നുള്ളൊരു ചോദ്യമാണുള്ളത്. നമുക്കത് വിശദമായി അറിയേണ്ടതുണ്ട്. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്നാണ് കേന്ദ്രത്തിന്റെ കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതോടെയാണ് സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ്, കേരളത്തോട് അവഗണന കാട്ടുകയാണ്, കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ യാതൊരു സംശയവുമില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ചില മാനദണ്ഡങ്ങളാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. പക്ഷേ അത് അത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യം ബാക്കിയാണ്. സംസ്ഥാനത്തിൻ്റെ SDRF ഫണ്ടിൽ തുക ബാക്കി കിടപ്പുണ്ട്, അതെടുത്ത് ചിലവഴിക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ SDRF ഫണ്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തുടനീളമുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ടാണ്. ആ ഫണ്ട് വയനാട്ടിലേക്ക് മാത്രമായി ചെലവഴിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണം കൊടുക്കാനുണ്ടാവില്ല. കാരണം വയനാട് സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഏതാണ്ട് പുനർനിർമ്മാണത്തിനായി 2000 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിനുള്ള പണം നമ്മുടെ SDRF ഫണ്ടിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം അത് ഏതാണ്ട് 700 കോടിയോളം രൂപ മാത്രമേ ഉണ്ടാകുകയുള്ളൂ SDRFിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിനപ്പുറം ആ പണം മുഴുവൻ എടുത്ത് വയനാട്ടിലേക്ക് ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ പോലും മറ്റു ചില പ്രതിസന്ധികൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് SDRF ഫണ്ട് വിനിയോഗിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം ഒറ്റ ഉദാഹരണം മാത്രം നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഒരു തകർന്ന വീട്, പൂർണ്ണമായും തകർന്ന ഒരു വീടിന് അനുവദിക്കാൻ കഴിയുക 1,30,000 രൂപ മാത്രമാണ്. നമുക്കറിയാം മരണപ്പെട്ടവരുടെ കാര്യം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അടച്ചുറപ്പുള്ള കൂര ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1,30,000 രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതായത് SDRFിലെ ഈ മാനദണ്ഡങ്ങൾ വലിയ രീതിയിൽ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകും എന്ന വസ്തുത ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, ഒരു റോഡ് നിർമ്മിക്കാൻ 1 കിലോമീറ്റർ റോഡിന് 75,000 രൂപ മാത്രമാണ് ഗ്രാമീണ മേഖലയിൽ വില്ലേജ് റോഡുകൾക്കായി ഈ SDRF ഫണ്ട് മുഖേന അനുവദിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ തകർന്നു കിടക്കുന്ന ചൂരൽമലയിലും മറ്റും റോഡുകൾ മറ്റും നിർമ്മിക്കാൻ അതിലേറെ എത്രയോ തുക വേണമെന്ന വസ്തുത ബാക്കി നിൽക്കുകയാണ്. ഈ മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന് കേരളം 2 തവണ കേന്ദ്രമന്ത്രിമാരെ നേരിൽ കണ്ട് ആവശ്യമുന്നയിച്ചിട്ടും അതിനും വഴങ്ങാൻ തയ്യാറാവാത്ത കേന്ദ്രമാണ് ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാവില്ല എന്ന കാര്യം പറയാം. അതിനാണെങ്കിൽ അപ്പുറത്ത് നിന്നും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇപ്പോഴത്തെ ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ചുകൊണ്ട് അത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന രീതിയില്ല എന്നുള്ളതാണ് വസ്തുതയാണ്. പക്ഷേ അതവിടെ ബാക്കി നിൽക്കുമ്പോഴും അതിതീവ്ര ദുരന്തം L3 ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അതിന് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഇന്നലെ വന്ന കേന്ദ്ര സഹമന്ത്രിയുടെ കത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേന്ദ്രത്തിന് മുന്നിൽ അത്തരം ആലോചനകൾ ഉണ്ടോ, അവർ അതിന് തയ്യാറാകുമോ എന്നത് തന്നെ സംശയത്തിലാണ്. പക്ഷേ ഹൈക്കോടതിയിൽ ഇക്കാര്യം ഉന്നതതല സമിതി പരിശോധിക്കുകയാണ് എന്നൊക്കെ കേന്ദ്ര സർക്കാർ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് കടുത്ത വെല്ലുവിളിയായിരിക്കും. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും വേഗത്തിൽ തീരുമാനം അറിയിക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഉന്നതതല സമിതി യോഗമൊക്കെ ചേർന്നതിന് ശേഷം ഈ സഹായം നമുക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്.